ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നോമ്പിൻ്റെ അനുഭവം പൂർണ്ണതയുടെ അനുഭവമായി മാറ്റുവാൻ തക്കവണ്ണം ദൈനംദിന പ്രാർത്ഥനയിലൂടെയും ദൈനംദിന ജീവിതാനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നതായ അനുഭവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. എന്നാൽ തളർവാദ രോഗി നമ്മളെ പഠിപ്പിക്കുന്നതായ സൽഗുണങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. തളർവാദ രോഗിയെ നമ്മളെ പഠിപ്പിക്കുന്നതായ നോമ്പിൻ്റെ ചില ചിന്തകൾ നമ്മളൊന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്, വിശ്വാസത്തിൻ്റെ വീഥികളിലൂടെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാനുള്ള നോമ്പ് സാധിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് വിശ്വാസത്തിൻ്റെ വീഥികളിലൂടെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാനുള്ള നോമ്പിൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസം തളർവാദ രോഗിയുടെ വിശ്വാസത്തെക്കാളും അപ്പുറമായിട്ട് ആ തളർവാദ രോഗിയെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ചേർത്ത് പിടിപ്പിക്കുവാനും കൊണ്ടുവരുവാൻ തക്കവണ്ണം പ്രയത്നിച്ചതായ ആ വിശ്വാസികളെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ നോമ്പിൻ്റെ അനുഭവത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നതായ ചില സൽകർമ്മികളുണ്ട്. നമ്മുടെ മാതാപിതാക്കളുണ്ട്, ഗുരുക്കന്മാരുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളുണ്ട്. നമ്മുടെ വിശ്വാസത്തെക്കാളും അപ്പുറമായിട്ട് അവരുടെ വിശ്വാസം നമുക്ക് സൗഖ്യം പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കേണ്ടിയിരിക്കുന്നു. അവരിലേക്ക് ദൈവവീഥിയിലേക്ക് സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ വീഥികളിലൂടെ ആ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കണം. രണ്ടാമത്, മുറിക്കപ്പെടേണ്ടതായ ശീലങ്ങളെ മുറിച്ചു മാറ്റുവാൻ ഈ നോമ്പ് ഇടയാക്കേണ്ടിയിരിക്കുന്നു. തളർവാദ രോഗി നമ്മളെ പഠിപ്പിക്കുന്നത് ഇതേ വിശ്വാസത്തിൻ്റെ ശൈലി തന്നെയാണ്. മേൽക്കുറ പൊളിച്ച് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഇറക്കുന്നതായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ശീലങ്ങളെ ഒന്ന് മുറിക്കപ്പെടുവാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. നോമ്പ് അത് പൂർണ്ണതയോടെ ഒരു സൗഖ്യമായി മാറുവാൻ തക്കവണ്ണം സാധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ പല മുറിക്കപ്പെടേണ്ടതായ ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളെ ഈ ആഴ്ചയിലും ഈ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ മുറിക്കപ്പെടുവാൻ തക്കവണ്ണം സാധിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്, ക്ഷമയുടെ യാഗമായി മാറുവാൻ നോമ്പിടയാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ക്ഷമയുടെ യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു തളർവാദ രോഗിയോട് ഓർമ്മപ്പെടുത്തിയതുപോലെ, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് പോലെ പരസ്പരം ക്ഷമിക്കപ്പെടുവാനും പരസ്പരം ക്ഷമയുടെ യാഗമായി മാറുവാൻ തക്കവണ്ണം വിശ്വാസികൾക്ക് ക്രൈസ്തവ മൂല്യത്തിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. പരസ്പരം നമ്മളെ തന്നെ ശൂന്യമാക്കുമ്പോഴാണ് ക്ഷമയുടെ യാഗമായി മാറുവാൻ തക്കവണ്ണം നമുക്കിടയാക്കുന്നത്. വിശ്വാസത്തിൻ്റെ വീഥികളുടെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നോമ്പ് സാധിക്കേണ്ടിയിരിക്കുന്നു. മുറിക്കപ്പെടേണ്ടതായ ശീലങ്ങളെ മുറിച്ചു മാറ്റുവാൻ നോമ്പിടയാക്കേണ്ടിയിരിക്കുന്നു. ക്ഷമയുടെ യാഗമായി മാറുവാൻ നോമ്പിടയാക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധ റൂഹ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.